നമ്മൾ പലപ്പോഴും പല കാര്യത്തിനും നമ്മൾ എതിർപ്പൊക്കെ രേഖപ്പെടുത്താറുണ്ട്. പക്ഷെ പിന്നെ കുറേ കഴിഞ്ഞ് നമ്മളറിയുന്നു നമ്മൾ ആ എതിർപ്പ് രേഖപ്പെടുത്തിയത് ശരിയായില്ല, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ നമ്മൾ ഓർക്കാറുണ്ട്. നമ്മൾ കൂടുതലും നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനം ചുറ്റുപാടും കാണുന്ന അവസ്ഥയ്ക്കനുസരിച്ച് പ്രതികരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലാക്കി കൊണ്ടുപോവുകയാണ് കൂടുതലും ചെയ്യുന്നത്. പകരം ശരീരത്തിൻ്റെ പ്രവർത്തനം ചുറ്റുപാടും കാണുന്ന അവസ്ഥയുടെ സ്വാധീനത്തിലല്ലാതെ ആന്തരിക വ്യവസ്ഥയുടെ തുടർച്ചയിൽ കൊണ്ടുപോകുന്ന ഭാഗത്തോട്ടാണ് നമ്മൾക്ക് എത്തിക്കാൻ സാധിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം തുടർന്നു പോകുന്നത് അവിടെയാണ്. നമ്മളുടെ ആന്തരിക പ്രവർത്തനം തുടർച്ചയായിട്ട് അനുഭവിക്കാനും അതിന് ചുറ്റുപാടും കാണുന്ന അവസ്ഥയുടെ സ്വാധീനത്തിൽ പെട്ടുപോകാതെ നിലനിർത്താൻ സാധിച്ചാൽ നമ്മളിലുള്ള സവിശേഷതകൾ നമുക്ക് അനുഭവിച്ച് തുടരാൻ സാധിക്കും. പക്ഷെ പലപ്പോഴും നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ പശ്ചാത്തലത്തിൽ നമുക്ക് ചുറ്റുപാടും കാണുന്ന ചിലപ്പോൾ നീതികേടിനെ ചോദ്യം ചെയ്യേണ്ടി വരുന്നു, അല്ലെ നീതിയുമായിട്ട് പൊരുത്തപ്പെട്ട് നിൽക്കേണ്ടി വരുന്നു. ഇത് രണ്ടും ചെയ്യുന്നത് കൊണ്ട് നമ്മളിൽ നിലനിൽക്കുന്ന, നമ്മളെ നിലനിർത്തുന്ന സവിശേഷത നമ്മൾ ഒരിക്കലും അറിയാതെ പോകുന്നു. ജീവിതത്തിൻ്റെ വല്ലാത്തൊരു ദുരന്തമാണത്. എത്ര വലിയ നല്ല തീരുമാനമെടുത്തോ, എത്ര തെറ്റിനെ നമ്മൾ ചൂണ്ടിക്കാട്ടിയോ അതൊന്നുമല്ല. നമ്മളിൽ നമ്മളായിട്ട് നിലനിൽക്കുന്ന ഈ സവിശേഷതയെ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം. നമ്മളിലെ സവിശേഷതയെ നമുക്ക് തുടർച്ചയായിട്ട് അനുഭവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മാഹാത്മ്യം. അതിനു വേണ്ടിയിട്ട് നമ്മളെ ശ്രദ്ധാപൂർവം കൊണ്ടുപോകണം. നമ്മളുടെ ആന്തരിക പ്രവർത്തനത്തിൻ്റെ മൂല്യത്തെ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയണം. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മഹത്വം തെളിഞ്ഞു വരുന്നത്.